പത്തനംതിട്ട കുമ്പഴ വെട്ടൂർ റോഡിലൂടെ കടന്നു പോകുന്നവർക്ക് മനോഹരമായൊരു ക്രിസ്മസ് കാഴ്ച കാണാം. പ്രിൻസ് കുമ്പുകാടിന്റെ വീട്ടിൽ ഒരുക്കിയ സാന്താക്ലോസും റെയിൻഡിയറും ക്രിസ്മസ് ട്രീയും പുൽക്കൂടുമെല്ലാം കാഴ്ചക്കാരിൽ കൗതുകം ഉണർത്തുന്നതാണ്. പ്രിൻസിന്റെ മനോഹരമായ ഈ വീടിനുള്ളിൽ കയറിയാൽ കാട്ടിലൂടെ യാത്ര ചെയ്യുന്നത് പോലെയാണ്. അലങ്കരിച്ച വള്ളിച്ചെടികളും മുളകളുമൊക്കെ കടന്നു വേണം വീടിന്റെ സ്വീകരണ മുറിയിലെത്താൻ. സാന്റാക്ലോസും റെയിൻഡിയറും പുൽക്കൂടും ക്രിസ്മസ് ട്രീയുമെല്ലാം അതിമനോഹരമായാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് ഈ തണലും മരങ്ങളും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കൂട്ടത്തിലാണ്. ഞാനിങ്ങനെ ചിന്തിച്ചാണ്, വള്ളിപ്പടർപ്പുകൾ കൊണ്ട് ഒരു വീട്, കോൺക്രീറ്റ് വീടാണ്, അതിൻ്റെ മുകളിൽ വള്ളിപ്പടർപ്പ് കൊണ്ട് പടർത്തിയാൽ ഒരു രസകരമായിട്ട് വരും ഞങ്ങൾക്കൊരു രസകരമായിട്ട് വരുമെന്നുള്ളൊരു ചിന്തയിലാണ് ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഇപ്പം നമ്മൾ നിൽക്കുന്നതെന്ന് പറയുന്ന ഒരു ഏറുമാടം പോലുള്ളൊരു വുഡൻ ഹൗസ്, താഴെ വുഡാണ്. ഇതിൻ്റെ മുകളിലെല്ലാം ചെടികൾ പടർന്ന് കിടക്കണം. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു തണുപ്പുണ്ട്. അപ്പം ഇതാണ് മാർച്ചിലാണ് ഞങ്ങൾക്കത് ശരിക്കും അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യാനുള്ളൊരു താല്പര്യം വന്നു. പ്രിൻസിന്റെ വീട് നിറയെ ചെടികളാണ്. വീട്ടിലേക്ക് കടന്നു വരുന്നതിന്റെ വലതുവശത്തായി പോസിറ്റീവ് വൈബ് തരുന്ന ബുദ്ധനും. ഉപയോഗശൂന്യമായ വസ്തുക്കൾ കൊണ്ടാണ് വീട് മുഴുവൻ അലങ്കരിച്ചിരിക്കുന്നത്. കാർത്തികപ്പള്ളി സെന്റ് തോമസ് HSSലെ ആർട്സ് അധ്യാപകനാണ് പ്രിൻസ്. ദ ട്രോപ്പിക്കൽ ഹോം എന്ന വീടിന്റെ പേരും കൗതുകം നിറഞ്ഞതാണ്. വീട്ടിൽ ഇത്രയുമധികം ചെടി വളർത്തിയാൽ പാമ്പ് കയറില്ലേ എന്ന നാട്ടുകാരുടെ സ്ഥിരം ചോദ്യം കേട്ട് മടുത്തതായി പ്രിൻസിന്റെ ഭാര്യ പറയുന്നു. ചെടികൾ എനിക്കും പണ്ട് തൊട്ടേ ഇഷ്ടമാണ്. ആദ്യമെല്ലാം പുറത്ത് മാത്രമേ ചെടികളുള്ളായിരുന്നു. പിന്നെ വീട്ടിനുള്ളിലേക്ക് ഓരോന്നോരോന്നായിട്ട് വന്നു തുടങ്ങി. അകത്ത് എങ്ങനെയാണെന്നുള്ള ഇതിൽ അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും ഓടി കയറി വരും. വന്നു കഴിഞ്ഞാൽ എല്ലാവരും പറയും നല്ല തണുപ്പാണ്. വെളിയിൽ റോഡിൽ നിന്ന് കയറി വരുമ്പോഴത്തേക്കിനും ആ ഒരു ചൂടിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോൾ അവർക്ക് ആ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് നല്ലപോലെ ഫീൽ ചെയ്യാറുണ്ട്. ചെടികൾ മാത്രമല്ല, വിവിധ ഇനത്തിലുള്ള വളർത്തുമൃഗങ്ങളും ഈ വീട്ടിലുണ്ട്. ന്യൂസ് മലയാളം, പത്തനംതിട്ട.